ഹായ് ഫ്രണ്ട്സ്, ഇന്നും നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അന്ന് ജോലിക്ക് പോകണമായിരുന്നുകൊണ്ട് പിന്നെ രാവിലെ തന്നെ എണീറ്റു, പണിയൊക്കെ കഴിഞ്ഞ് ചായകുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോകാമെന്ന് വെച്ച് പിന്നെ ഇറങ്ങിയിട്ടോ. ഇന്നിപ്പം വീടിൻ്റെ പടിക്കേക്കടെ ബസ് ഉണ്ട് കേട്ടോ, ഒരു ട്രാൻസ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതിന് പോകാമെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങിയിട്ട് കറക്റ്റ് 8:30. അപ്പോൾ അതിന് പോകാൻ അവിടെ ചെന്ന് ഇറങ്ങാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി നടന്ന് ഇച്ചിരി നടക്കണം കേട്ടോ, കുറച്ച് താഴത്തോട്ട് നടക്കാം. അപ്പോൾ നടന്നു പോകണ വഴിക്ക് നിറച്ചും പൂക്കളുണ്ടായേക്കാട്ടോ, എല്ലാത്തിനും കാട്ടിക്കടയൊക്കെ നിറച്ചും പൂക്കൾ, പിന്നെ ബന്ദിപ്പൂ, പിന്നെ പലതരത്തിലുള്ള പൂവൊക്കെ ഉണ്ട്. പിന്നെ ബസ്സിനകത്ത് ഞാൻ കുറേ നേരം നിന്നു, കുറേ നേരം നിൽക്കേണ്ട വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന് നിന്ന് 5 മിനിറ്റിനുള്ളിൽ തന്നെ ബസ് വന്നു കേട്ടോ. ബസ് വന്ന് കയറി അതിൻ്റെ ഓഫീസിൽ ചെന്ന്, അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോൾ ശ്രാവണ് തിങ്കളാഴ്ച എക്സാം ഉണ്ട്, അതുകൊണ്ടുള്ള പയ്യെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവളോട് മലയാളം കേട്ടോ പഠിക്കാൻ പറഞ്ഞേക്കണേ. ഭയങ്കര മടിയൊക്കെയാണ്, എന്നാലും പയ്യെ എഴുതിക്കോളും. ചില സമയത്ത് അവൾ എഴുതിക്കോളും, തന്നെ എഴുതൂട്ടോ. ചില സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞാലും എഴുതൂല, വാശി പിടിച്ച് അവിടെ ഇരിക്കും. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും എഴുതൂല ആൾ, പിന്നെ പെൻസിലും എറിഞ്ഞെറിഞ്ഞ് വാശി പിടിച്ചിരിക്കും. സൗമ്യമായിട്ട് പറഞ്ഞാലാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതുള്ളൂ. അപ്പം കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങിയെങ്കിൽ പിന്നെ തലേദിവസം അല്ലാണ്ട് ഒരുമിച്ച് പഠിക്കുമ്പോൾ അവൾക്ക് തന്നെ ഒരുപാട് ഓവർലോഡ് ആവില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് റിവിഷൻ നടത്തണേ കേട്ടോ. പിന്നെ ഇന്ന് ഇച്ചിരി മീനായിട്ട് കൊഴുവ മേടിച്ചു, കൊഴുവ വറക്കും ചെയ്തു വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് കുറച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ കൊണ്ടു. ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ നാളത്തേക്ക് ഇച്ചിരി സാമ്പാറിന് കഷ്ണങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാ കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള ഉഴുന്നും അരി അരച്ചിട്ടില്ല, അതൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കാം കേട്ടോ. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ പൂച്ച മ്യാവും എന്ന് പറഞ്ഞ് നിലവിളി അങ്ങോട്ട് തുടങ്ങി കേട്ടോ. മീൻ തല കൊടുത്തതാണ്, എന്നാലും അത് കുറച്ച് തിന്നിച്ച് പിന്നെ എൻ്റെ പുറകെ നടക്കും. ഞാൻ എന്തോരം ഓടിച്ചാലും പോവില്ല. എനിക്കാണെങ്കിൽ പൂച്ചേനെ ഇപ്പോൾ പേടിയാണ്. എനിക്ക് പൂച്ച മാന്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വരുമല്ലോ. ഇത് മുറ്റത്ത് കിടക്കുന്ന റൗണ്ട് പോലത്തെ സാധനമല്ലേ, എൻ്റെ ആങ്ങള കുറച്ച് പണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഈ നമ്മുടെ ഗ്രില്ലില്ലേ, കിണറിനുള്ള ഗ്രില്ലില്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുറ്റത്ത് അതിനോട് പണി ചെയ്ത് ഇട്ടേക്കണത് കേട്ടോ. ഇത് കിണറിന് ഗ്രില്ലുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങണതിൻ്റെ പുറകെ ആ പൂച്ച ഇറങ്ങും. എൻ്റെ പാലായിട്ട് ഇങ്ങനെ പൂച്ച നടക്കും. അത് എന്നൊക്കെയാണെന്ന് അറിയാൻ പാടില്ല, അതിന് എത്ര ഓടിച്ചാലും എൻ്റെ അടുത്ത് നിന്ന് പോവുകയില്ല. എൻ്റെ പുറകെ അടുത്ത പാലാണ് ഇത് ഇരിക്കുന്നത്, അതിനോട് പോയി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് അത് എനിക്ക് വന്നെടുക്കണം. പിന്നെ വൈകുന്നേരം രാത്രി ആയി കഴിഞ്ഞപ്പോൾ രാവ് പിന്നെ കിടന്ന് പയ്യെ ഉറക്കം വന്ന് തുടങ്ങി കേട്ടോ അവൾക്ക്. പിന്നെ അവൾ പയ്യെ കണ്ണടിച്ച് തുടങ്ങി. ഞാൻ വീടെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കൈ കാണിക്കാനായിട്ടാണ് കാണുന്നത്, പക്ഷേ ഉറക്കം തൂങ്ങിയായിട്ടിരിക്കണം. പിന്നെ അവളും കിടന്നു, ഞാനും കിടന്നു.